അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജോർജിയയിൽ സ്റ്റുഡൻറ്റ് വിസ എങ്ങനെ എടുക്കാം നമുക്ക് ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക്. അതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജോർജിയയിൽ ഇവിടെ എങ്ങനെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ എടുക്കാം, അതിൻ്റെ ഒരു ഫുൾ ഗൈഡാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, അതിനെപ്പറ്റിയെല്ലാം ഫുൾ ഡീറ്റെയിൽ, പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്, പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫുൾ ഗൈഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം നിങ്ങളിത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണും. ഇവിടെ പഠിക്കാൻ വരുന്നവർ കുറേ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റുഡൻറ്റ് വിസ എങ്ങനെ എടുക്കാം, നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ അത് കിട്ടും, ഏത് വെബ്സൈറ്റാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എത്ര ദിവസം എടുക്കും. ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാമാണ് ഞാൻ വിശദീകരിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, ഒരു മടിയും വേണ്ട. പിന്നെ ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെങ്കിലും അതും നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ ഓരോ പോയിൻ്റായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ പഴയ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട്, എങ്ങനെ വിസ എടുക്കാം, വർക്ക് പെർമിറ്റ്, പിന്നെ സ്റ്റുഡൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എന്തായാലും ഓരോ ചോദ്യത്തിനായിട്ട് ഉത്തരം ഞാൻ പറയാൻ പോവുക. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് എന്ന് വെച്ചാൽ വെളി രാജ്യത്തുള്ള പിള്ളേർക്ക് പഠന ആവശ്യത്തിനായി ഒരു രാജ്യത്തിലേക്ക് വരാൻ ഉപയോഗിക്കുന്ന ലീഗൽ പെർമിഷനാണത്. എന്ന് വെച്ചാൽ വേറൊരു ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസ വേണം, അല്ലാതെ നമുക്കിവിടെ വരാൻ പറ്റൂല. ജോർജിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിക്കണം, അതാണ് ആദ്യം വേണ്ടത്. ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുന്നേ ആദ്യം നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ നമുക്ക് ലഭിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെടാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അവർ ഇൻ്റർവ്യൂ എടുക്കും, അവർ നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് അയക്കും. അതിനുശേഷം നമുക്ക് സ്റ്റുഡൻറ്റ് വിസ അപേക്ഷിക്കാനുള്ള അതും വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാം. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അഡ്മിഷനാണ് നിങ്ങൾ സെറ്റാക്കേണ്ടത്. സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് പറഞ്ഞാൽ അതൊന്ന് തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ കോഴ്സ് തിരഞ്ഞെടുക്കുക, MBBS ആണോ MBA ആണോ എന്താണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് തിരഞ്ഞെടുക്കുക. പിന്നെ അഡ്മിഷൻ അപ്ലൈ ചെയ്യുക അവിടെ ആദ്യം. പിന്നെ അഡ്മിഷൻ ലെറ്റർ ആദ്യം നേടുക. നമ്മൾ അവിടെ ആദ്യം സംസാരിക്കണം. ഇപ്പം എൻ്റെ കാര്യം നോക്കിയാലും ഏജൻറ്റ് വഴിയാണ് ഞാൻ വന്നത്. ഇപ്പം ജോർജിയയിൽ വന്നത് ഏജൻറ്റ് വഴി അല്ല, ആദ്യം വരേണ്ടി വന്ന് പിന്നെ ഇപ്പം എനിക്ക് ഏജൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അവർ ചെയ്തതെന്ന് പറയണത് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ആദ്യം നമ്മളെ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ തിരഞ്ഞെടുക്കും. അവർ നമ്മളെ പേരിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തരും, ഇന്ന ആൾ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആ പേരും പറഞ്ഞ് അത് നമുക്ക് തരും. അപ്പോൾ അതിനുശേഷം നമുക്ക് അവരൊരു ഇൻ്റർവ്യൂ എടുക്കും, അത് നമ്മൾ പാസ്സാവാം ഇല്ല എന്നറിയാൻ വേണ്ടി. അതിനുശേഷം അവർ നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്ന് വിടും. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതാണ് അപ്പം മെയിൻ കാര്യം. അത് നിങ്ങളൊന്ന് ഇതാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് അഡ്മിഷൻ എല്ലാം നേടി ഇതില്ലാതെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്യുന്നെങ്കിലും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആദ്യം തിരഞ്ഞെടുക്കുക, അവിടെ നിന്ന് ഒരു ലെറ്റർ നിങ്ങൾ ആക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. പാസ്പോർട്ട് തന്നെയാണ്, അഡ്മിഷൻ ലെറ്റർ, പിന്നെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് വേണം. ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കണം അവിടെ ഇതാക്കാൻ വേണ്ടി. പാസ്പോർട്ട്, അഡ്മിഷൻ ലെറ്റർ, അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 10th ഡിഗ്രിയുടെയും പിന്നെ 12th ഡിഗ്രി ഉണ്ടെങ്കിലും ഇത് രണ്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെ പാസ്പോർട്ട് ഫോട്ടോസ് കൊടുക്കണം. പിന്നെ ഫൈനാൻഷ്യൽ പ്രൂഫ് ആവശ്യമായാൽ കൊടുക്കണം. പിന്നെ അക്കോമഡേഷൻ, അഡ്രസ് ഡീറ്റെയിൽ ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഡോക്യുമെൻറ്റ്സ്, യൂണിവേഴ്സിറ്റി, വിസ കാറ്റഗറി, റെഗുലേഷൻ എന്നിവ അനുസരിച്ച് മാറാം. ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും വിസ ഇതെല്ലാം മാറാം. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറയാം, അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ്. ഇതെല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഞാൻ പറയാം. ജോർജിയയിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിനെല്ലാം ചെയ്യേണ്ടത് ജോർജിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കൺസുലർ സർവീസസ് അല്ലെങ്കിൽ വിസ ഒഫീഷ്യൽ പോർട്ടൽ .ge ഇത് ഉപയോഗിക്കണം നിങ്ങൾ. എന്നാലേ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അൺഒഫീഷ്യലായിട്ടുള്ള ഏജൻറ്റ് അല്ലെങ്കിൽ ഫേക്ക് വെബ്സൈറ്റ് ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ എല്ലാത്തിനും വഴികളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ AI ഉപയോഗിച്ചായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം.
വീഡിയോയിൽ വ്യൂവേഴ്സിനോട് ഒഫീഷ്യൽ ജോർജിയ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഫീഷ്യലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വിസ അതൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യലാണ്. പിന്നെ കൺസുലാർ ഇതെല്ലാം നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ അതിലോട്ട് മുന്നോട്ട് പോകാവൂ. ഇതൊക്കെ കുറേ സൈറ്റുകളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് അറിയാമെന്നുള്ളത്, അതുകൊണ്ട് ഞാനിത് സൂചിപ്പിക്കുക. പിന്നെ പ്രോസസ്സിങ് ടൈം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പ്രോസസ്സിങ് ടൈം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അത് നിങ്ങൾ ആലോചിക്കുക. എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 2 മാസം എടുക്കും, ചിലപ്പോൾ 2 ആഴ്ചയിലുള്ളിൽ കിട്ടും. പക്ഷേ മാക്സിമം പോയാൽ ഒരു 1.5 മാസമെങ്കിലും എടുക്കും. എനിക്കൊരു 45 ഡേയ്സ് എടുത്തായിരുന്നു വിസ കിട്ടാൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയൊന്ന് വെക്കുക. സീസണും ആപ്ലിക്കേഷൻ്റെ ഇതും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വെരിഫിക്കേഷൻ എടുക്കുന്ന ടൈമെല്ലാം അതനുസരിച്ച് ഓരോ ആൾക്കും ഓരോ ഡിപ്പെൻഡ്. എനിക്കിപ്പോൾ 45 ദിവസം, എൻ്റെ ഫ്രണ്ടിന് 80 ഡേയ്സ് ആയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് മാറാം. അതുകൊണ്ട് കോഴ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ മുൻകൂട്ടി പ്രോസസ്സ് തുടങ്ങുന്നത് നല്ലതാണ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സ്റ്റുഡൻ്റായി ജോർജിയയിൽ എത്തിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുക, അക്കോമഡേഷൻ സെറ്റപ്പ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുറക്കണമെന്നെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. പിന്നെ സിം കാർഡ് ഇവിടെ വന്നോടെ എടുക്കുക. റെസിഡൻസ് റിലേറ്റഡ് ഫോർമാലിറ്റീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ. പിന്നെ സ്റ്റുഡൻസ് ചെയ്യുന്ന ഇവിടുത്തെ മിസ്റ്റേക്സുകൾ അറിയാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഏജൻറ്റൊന്നിന് ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത്രയും വിശ്വാസമുള്ള ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരോടൊക്കെ ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരും. അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറയുന്ന ആളുടെ അടുത്തൊന്നും പോവാതിരിക്കുക. മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ അഡ്മിഷൻ കൺഫേം ആകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യല്, മനസ്സിലായ? ഒരു കാരണവശാലും അഡ്മിഷൻ അവർ കൺഫേം ആക്കും. ഏത് യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും തരും. എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഫേക്ക് കൺസൾട്ടൻസിനെ ഒന്നും വിശ്വസിക്കാതിരിക്കുക, മാക്സിമം കഴിവതും വിശ്വസിക്കാതിരിക്കുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഡബിൾ ചെക്ക് ചെയ്യാതിരിക്കുക. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആപ്ലിക്കേഷൻ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. എല്ലാം മുൻകൂട്ടി തന്നെ സെറ്റാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം മുന്നോട്ട് പോകാനാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ബിഫോർ കമ്മിങ് ടു ജോർജിയ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് വാലിഡിറ്റി നല്ല രീതിയിൽ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ 6 മാസമാണോ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് അത് സെറ്റാക്കിയിട്ട് വരിക. പിന്നെ അഡ്മിഷൻ ലെറ്ററൊക്കെ വെരിഫൈ ചെയ്ത് വെക്കുക. ഇവിടെ വന്നാൽ ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന കാര്യമാണ് അതെല്ലാം. പിന്നെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻ പരിശോധിക്കുക. യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ WHO അംഗീകാരം ഉണ്ടോ, MC അപ്രൂവ്ഡ് ആണോ, NMC ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ആയാലും തിരഞ്ഞെടുക്കാൻ. ഓക്കെ. പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നല്ലതെന്നും പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എല്ലാം സെറ്റാക്കി വയ്ക്കുക. പിന്നെ ഒഫീഷ്യൽ റൂൾസ് എല്ലാം വായിക്കുക. ഈ റൂൾസ് ഒന്നും വായിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടത്തേക്ക് അഡ്മിഷൻ എടുക്കല്. എല്ലാ റൂൾസും അപ്പം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ഓർത്ത് വേണം അതെല്ലാം സെറ്റാക്കി നിങ്ങൾ ഓരോ അഡ്മിഷൻ ഓരോ യൂണിവേഴ്സിറ്റിക്ക് എടുക്കാൻ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവർ നല്ല യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുക്കുക. ശേഷം അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി, ഇതാണ് എൻ്റെ മെയിൻ അഡ്വൈസ്. എന്നിട്ട് ഒഫീഷ്യൽ വിസ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്ത് പിന്നെ ഒഫീഷ്യൽ സോഴ്സ് എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിശോധിക്കാം. വിശ്വസിച്ച സൈറ്റുകളും കാര്യങ്ങളും അതിലൂടെ എല്ലാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇതിൽ കയറി വരാനേ ഉള്ളൂ. ഇതാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. മെയിൻലി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് സ്റ്റുഡൻറ്റ് വിസ. എനിക്കെന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്കാണ് ഇപ്പോൾ വിസ, ഇല്ല 4 വർഷത്തേക്ക് ആ വിസ അപ്പോൾ തീരും. ഞാൻ പഠിച്ചു കഴിയുമ്പോൾ ആ വിസ തീരും. പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ബാച്ചലർ ഗ്രാജുവേഷൻ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം. അതാണ് അതിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തിട്ട് എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. ഇല്ലെങ്കിൽ നല്ല വിശ്വസിക്കുന്ന ഒരു ഏജൻ്റ് ആയിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഡൗട്ട്, ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്ന് പറയും ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അവർ നമ്മളെ കൂടെ ലാസ്റ്റ് വരെ കാണണമെന്നില്ല. അങ്ങനെ ഹെൽപ്പ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഞാനും ബുദ്ധിമുട്ടി ചെയ്തിട്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുക. എനിക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം അടുത്ത ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.